കണ്ട രണ്ട് ഗുണമുണ്ട്. സുന്നികൾക്ക് കണ്ണുകൊണ്ട് കണ്ട രണ്ട് ഗുണമുണ്ട്. ഒന്നെന്താ വെച്ചാൽ ദുആക്ക് ഇജാബത്തുള്ള കുറേ ആൾക്കാരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മോട് വന്നിട്ട് ഒരാൾ ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു, നമുക്ക് എവിടുക്കാ പോകുക എന്ന് ചോദിച്ചാൽ എന്നായിക്കോട്ടെ നമുക്ക് നാളെ പോകാമെന്ന് പറയാൻ പറ്റും. പോകാൻ സ്ഥലമുണ്ട്. നേരെ മറിച്ച് വേറൊരു സുന്നിയല്ലാത്ത ഒരാളോട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു, നമുക്ക് എവിടുക്കാ പോകുക എന്ന് ചോദിച്ചാൽ തലമ അങ്ങനെ ചൊറിയ. അത് പിന്നെ ജനം ദ്വാരന്നാൽ മതി അറിയും, പോകാൻ സ്ഥലമില്ല. നമുക്കുള്ള വലിയൊരു ഗുണമാണത്. ഇന്ന ആളടുത്ത് പോയാൽ ദ്വാരപ്പിക്കാൻ പറ്റും, ദുആക്ക് ഇജാബത്തുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഒരു സംഗതി. രണ്ടാമത്തൊരു സംഗതി, നമ്മുടെ മുൻഗാമികളുടെ പാരമ്പര്യം എങ്ങനെ പോയാൽ മുത്തുനബിയിലേക്ക് എത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി ആരുടെ പാരമ്പര്യം പോയാലും അവർ ഇപ്പോൾ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞ സുന്നികളിലേക്ക് എത്തുള്ളൂ. ആരതിപ്പോൾ കേരളത്തിൽ പരമാവധി ബിദ്അത്തിന്റെ പാരമ്പര്യം KM മൗലവിയിലേക്കാണ് എത്തുക. ബിദ്അത്തിന്റെ പാരമ്പര്യം പരമാവധി പോയാൽ KM മൗലവിയിലേക്കാണ്. KM മൗലവിയുടെ അപ്പുറത്തൊക്കെ മൂപ്പരാരാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവർ ഇന്ന് കാഫിറാണെന്ന് പറയുന്ന ഒരു സുന്നിയേക്കാരാ പഠിപ്പിച്ചിട്ടുണ്ടാകുക. അതിൻ്റെ മേലേക്ക് പോകൂല. ആ സമയത്ത് നമുക്ക് അങ്ങനെയല്ല. ഇപ്പം എനിക്ക് എൻ്റെ ഉസ്താദിനെ അറിയാം, ഉസ്താദിൻ്റെ ഉസ്താദിനെ അറിയാം, അവരുടെ ഉസ്താദിനെ അറിയാം. ശംസുൽ ഉലമയുടെ ഗുരുനാഥന്മാരുടെ താരീഖ് നെറ്റിലടിച്ചാൽ കിട്ടും. ഓരോരുത്തരെയും പഠിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഗുരുനാഥന്മാരുടെയും അവരുടെ ഗുരുനാഥന്മാരുടെയും താരീഖ് പഠിച്ച് കണ്ണിമുറിയാത്ത വിശ്വാസമാണ് നമുക്കുള്ളത് എന്ന് ആദ്യം മനസ്സിൽ 3 വട്ടം ഉറപ്പിച്ചാലേ ബാക്കിയുള്ളത് ശരിയാണ് തെറ്റാണെന്ന് മനസ്സിലാക്കാനും ബാക്കിയുള്ളത് തെറ്റാണെന്ന് പറയാനും നമുക്ക് കഴിയുള്ളൂ. ആദർശം പറഞ്ഞു എന്ന് കരുതിയിട്ടോ ആശയം പറഞ്ഞു എന്ന് കരുതിയിട്ടോ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറയണ്ടല്ലോ, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ മതിയല്ലോ. മനസ്സിലാവാനാണല്ലോ അല്ലെങ്കിലും പറയേണ്ടത്, കുഴപ്പമുണ്ടാക്കാനല്ലല്ലോ പറയേണ്ടത്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചരണവും അതിനെതിരെ വരുന്ന വാദങ്ങളുടെ പ്രതിരോധവുമാണ്. അതാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും. അത് കഴിഞ്ഞിട്ട് നേരം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ നടത്തണം. സ്ഥാപനങ്ങളും ഹിഫ്ദ് കോളേജുകളും ഒക്കെ പള്ളി മദ്രസയൊക്കെ നമുക്ക് നടത്തണം. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ഉള്ളത് വെച്ചാൽ അത് വെച്ചാണ് നടത്തേണ്ടത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അപ്പം ഞാൻ പറയുന്നത് ഉസ്താദുമാരുടെ താരീഖുകൾ